ഓ, ഹലോ. പുരുഷോത്തമൻ പുരുഷോത്തമൻ ജോത്സനല്ലേ? ആണല്ലോ. ആരാ? എവിടുന്നാ? ഞാൻ ഞാൻ ആഞ്ഞിലിമുട്ടിന്ന് വിളിക്കുവാണ്. കേൾക്കുന്നില്ല. ആഞ്ഞിലിമുട്ടിന്ന് വിളിക്കുക. ആ, എന്തായിരുന്നു കാര്യം? തിരുമേനി ഇപ്പൊ ഫ്രീ ആണോ? ഒരു കാര്യം ചോദിക്കാനായിരുന്നു. ആ, ആണ്, ഫ്രീ ആണ്, പറഞ്ഞു. എന്റെ വീട്ടിലെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. എന്തു പറ്റി? വീടിന് എന്ത് പറ്റി? എന്റെ വീട്ടിലെ കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ. വീട്ടിലെ പ്രയാസങ്ങള് കാരണം ഹസ്ബൻഡ് ഗൾഫിലാ. ഭർത്താവ് ഗൾഫിലാണോ? ഭർത്താവ് ഗൾഫിലാ. പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ പോകുന്നത് നല്ല ജോലിയൊക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പം വലിയ ബുദ്ധിമുട്ടില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഇച്ചിരി പ്രശ്നത്തിൽ. വീട് എവിടാന്നാ പറഞ്ഞേ? ആഞ്ഞിലിമൂടോ? വീട് ആഞ്ഞിലിമൂട്ടില്ല. അതെ. എന്തുവാ പേരെന്തുവാ? എന്റെ പേര് ദീപ. ദീപ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞാനും മോനും ഭർത്താവും ഉണ്ട്. പുള്ളി ഗൾഫില. മോൻ എത്ര വയസ്സുണ്ട്? മോന് 13 വയസ്സുണ്ട്. 13 വയസ്സ്. അപ്പൊ ഭർത്താവ് ഗൾഫിലാണ്. ഗൾഫിലാണ്. വീട് വലിയ കഷ്ടപ്പാടിലാണല്ലേ? അതെ, നല്ല ഇതിലായിട്ട് പോയിക്കൊണ്ടിരുന്ന. ഇപ്പൊ കുറച്ച് ഇതായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടും ജോലിയിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെയാ. ഓ, അത് ശരിയാ. അതിന്റെ ഒന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഞാൻ തിരുമേനി വിളിച്ചതേ. അപ്പൊ എങ്ങനെ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാ? നിങ്ങളുടെ വീട് എത്ര സെന്റ് വസ്തുവാണ്? വീട് ഒരു 10-17 സെന്റ് കാണും. റോഡ് സൈഡാണോ? റോഡ് സൈഡില്ല. ദർശനം കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ? കിഴക്കോട്ട്. അത് ഒരു കാര്യം ചെയ്യാൻ ദീപ. ഞാൻ അങ്ങോട്ട് വരണോ അതോ അങ്ങനെ? അല്ല, ദീപ ഇങ്ങോട്ട് വന്നാ നടക്കത്തില്ല. എനിക്ക് വന്ന വസ്തുവും നിങ്ങളുടെ പെരയുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് നോക്കണം. ആണോ? കാര്യം വസ്തുദോഷം ഉണ്ടോ? പെര നിൽക്കുന്നത് പെര വാർത്ത വീടാണോ? വലിയ വീടാണോ? വലിയ വീടല്ല, ഒരു മീഡിയം. ഓ, അത് ശരി. വീടൊന്നുമല്ല. അത് അപ്പം ദീപ മാത്രമല്ലേ കാണത്തുള്ളൂ വീട്ടിൽ? ഞാനേ ഉള്ളു. മോനോ അവന് സ്കൂളില് ട്യൂട്ടോറിലൊക്കെ പോകും. അപ്പൊ ഞാൻ അങ്ങോട്ട് വന്നേ. ഞാൻ വന്ന വീടും പരിസരവും എല്ലാം ഒന്ന് നോക്കി അതിന്റെ സ്ഥാനമൊക്കെ ഒന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് നോക്കിയിട്ടൊരു പൂജയോ ഒരു പൂജയൊക്കെ ചെയ്യാം. പക്ഷേ ഒരിച്ചിരി പൈസ ചെലവൊക്കെ ഉള്ള കാര്യമാണല്ലോ ദീപ. ഒത്തിരി ചെലവാകുമോ തിരുമേനി? നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇച്ചിരി ഇത് നിക്കുന്നത് കൊണ്ട്. അല്ല, ഒരു കാര്യം ചെയ്യ് ദീപ, പൈസ വിഷയം വിട്ടേരെ. പൈസ വിഷയം ദീപ വിട്ടേരെ. ബുദ്ധിമുട്ടില്ലാന്നല്ലയോ പറഞ്ഞത്? ബുദ്ധിമുട്ടില്ല, അതുകൊണ്ടാണ്. അത് കുഴപ്പമില്ല. ഞാൻ വന്നിട്ടതേ അത് കറക്റ്റ് ചെയ്യാം. ഞാൻ വന്നത് അവിടെ വന്ന് നിങ്ങളുടെ വസ്തുവും വീട് നിൽക്കുന്നിടം എല്ലാം നോക്കി അതിന്റെ സ്ഥാനമൊക്കെ നോക്കിയിട്ട് ഒരു ചാർട്ട് കുറിച്ച് തരാം. അല്ലെങ്കിൽ ചാർട്ട് കുറിച്ച് തന്നാലും ദീപയ്ക്ക് മേടിക്കാൻ പറ്റത്തില്ല. അത് ഞാൻ മേടിച്ചോണ്ട് വരാം പിന്നീട്. മേടിച്ചോണ്ട് വന്നാ മതി. നിങ്ങളുടെ ആ വസ്തുവിനകത്ത് ആരെങ്കിലും അടക്കിയിട്ടൊക്കെ ഉണ്ടോ? മരിച്ച ആൾക്കാരെ വല്ലവരും അടക്കിയിട്ടോ? ഇല്ലെന്നാണ് എന്റെ ഒരു ഓർമ്മ. അതിന് ഇത് പണ്ടെങ്ങാനുണ്ടോന്ന് എനിക്കറിയില്ല. ഞാൻ വന്നതിന് ശേഷം ഒന്നുമില്ല. ഇല്ല. നിങ്ങളുടെ ഭർത്താവ് എങ്ങനെ ആള്? ഭർത്താവ് വെള്ളമടിയോ അങ്ങനെ അങ്ങനെയൊക്കെ ഉള്ള ആളാണോ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. അവിടെ ഇനി അങ്ങോട്ട് വന്ന് എനിക്കറിയില്ല. നമുക്കറിയത്തില്ലല്ലോ അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പൊ എത്ര വർഷമായി? ജോലിയൊക്കെ നല്ല ജോലിയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് നാളുകൊണ്ട് ജോലിയൊന്നും ഇല്ല. നാം ജോലിക്ക് ബുദ്ധിമുട്ടൊക്കെ പോകുന്നില്ല. എന്തോ അവിടത്തെ പ്രശ്നമൊന്നും പുള്ളി പറയുന്നില്ല. ജോലിക്കൊന്നും വല്ലപ്പോഴും ഒക്കെ ഉള്ളു ജോലി. അപ്പം പോയിട്ടൊരു 5-6 വർഷമായി കാണും. 6 വർഷത്തോളമായി. 6 വർഷം കൊണ്ട് പിന്നെ വന്നിട്ടില്ലയോ? അല്ല, അത് മൊത്തത്തിൽ പോയിട്ട് 2 വർഷമായി. 2 വർഷമായി. അതിനുശേഷമാണ് പ്രശ്നങ്ങളൊക്കെ. ഇപ്പൊ വന്നിട്ട് പോയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ. 2 വർഷത്തോളം ആവുന്നു ഇപ്പൊ പോയിട്ട്. പിന്നെ വന്നിട്ടില്ല. ഇനി ജോലിയുടെ ഇതും അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട്
പിന്നെ ഇങ്ങോട്ട് അങ്ങനെ വരുന്നില്ല. ഇനിയിപ്പൊ എന്തുവാ ഞാൻ പറഞ്ഞെന്നു. ഞാൻ ശമ്പളമൊന്നും അയക്കുന്നില്ലേ അദ്ദേഹം? ഇല്ല, പൈസ ഇല്ല. ഓ അത് ശരിയാ. ബുദ്ധിമുട്ടിലാണല്ലേ വിളിച്ചത്. അതെ. ദീപ പേടിക്കണ്ട. നമുക്ക് ഞാൻ വന്നിട്ട് അതെല്ലാം നോക്കി അതെന്താ ദോഷമെന്ന് നോക്കിയിട്ട് നമുക്കതിന് പരിഹാരം കാണാം. എപ്പം വരും തിരുമേനി? ഇങ്ങോട്ട് വിളിക്കുവോ? ഇത് ദീപയുടെ നമ്പറല്ലേ? ഈ നമ്പര് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിച്ചിട്ട് ഞാൻ വരാം. വരുന്ന ഞായറാഴ്ചയോ ഞാൻ അങ്ങോട്ട് വരാം. ഇവിടെ ഞാൻ വല്ലതും ഒരുക്കി വെക്കണോ? വേണ്ട ഇപ്പൊ തൽക്കാലം ഒരുക്കണ്ട. വേണ്ട തൽക്കാലം ഒരുക്കണ്ട. ഞാൻ വന്നെല്ലാം നോക്കിട്ട് പിന്നീട് എന്താ പറയാ ഞാൻ. പിന്നെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇനി ഞാൻ അവിടെ വരുമ്പോ ഇനി അയലത്തുകാർക്ക് പിന്നെ വലിയ വിഷയം വല്ലതും ഉണ്ടാവുമോ മറ്റൊരു രീതിയില്? അങ്ങനൊന്നുമില്ല. അല്ല ചിലപ്പോ ഇനി ചിലയിടത്തൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, ഇതുവരെ ഒന്നുമില്ല. അല്ല ദീപ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടാ ഞാൻ പറഞ്ഞത്. നമുക്ക് നമ്മുടെ കാര്യം അത്രയല്ലേ. ഇവിടെ മറ്റുള്ളവരെയൊന്നും നോക്കുന്നില്ല. നിങ്ങൾ തമ്മിൽ എങ്ങനെ ഭർത്താവുമായിട്ട് ചർച്ചയിലൊക്കെ ആയിരുന്നല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? പുള്ളിയായിട്ട് കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഇപ്പൊ ഇങ്ങനെ ഇവിടെ വരുമ്പോഴും മദ്യപാനമൊക്കെ ഉണ്ട്. അതിനാണ് ഒരു ദാമ്പത്യത്തിലൊക്കെ എങ്ങനെയാ ദാമ്പത്യ ജീവിതമൊക്കെ? പറഞ്ഞല്ലോ, പുള്ളിക്ക് മദ്യപാനമാണ് മെയിനായിട്ട് ഇങ്ങനെ പോകുന്നത്. കുഴപ്പം അതാണ്, മദ്യത്തിലോട്ട് അങ്ങോട്ട് അഡിക്റ്റായി അങ്ങ്. എന്തായാലും ഞാൻ വന്നിട്ടേ അത് നോക്കിയിട്ട് തിരുമേനി എന്നാ ഞായറാഴ്ച ഇല്ലയോ? ഞായറാഴ്ച ഞാന് ചിലപ്പോ ഇച്ചിരി രാത്രി വരുന്നോണ്ട് കുഴപ്പമുണ്ടോ? എപ്പോ എത്ര മണിയാവും? എത്ര മണിക്ക് വരും? ഒരു 8:30 9 മണിക്ക്. അല്ല അവിടെ ആരും ഇല്ലല്ലോ. ഇവിടെ ആരും ഇല്ല. അതിന് ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ദീപയ്ക്ക്? രാത്രിയാണ്, മോനുണ്ട്. അവനങ്ങ് ഉറങ്ങത്തില്ലേ? അപ്പം തിരുമേനി നോക്ക് അങ്ങനെയാന്നുള്ളത്. അല്ല ചിലപ്പോ ഇവിടെ പകൽ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ അപ്പൊ പിന്നെ ചിലപ്പോ ഞാൻ സന്ധ്യയാവും തിരുമേനിയുടെ സൗകര്യം പോലെ. അപ്പൊ ഞാൻ രാത്രി വന്നാൽ ദീപയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, തിരുമേനിയുടെ സൗകര്യം എങ്ങനെയാന്ന് വെച്ചാൽ അതനുസരിച്ച് വന്നാൽ മതിയോ. ദീപയ്ക്ക് ഒരു കാര്യത്തിലും കുഴപ്പമില്ല. നമ്മുടെ കാര്യം നടക്കണം. ഇപ്പൊ എനിക്ക് മെയിൻ ഇതാണ്. ദീപ ഞാൻ പറഞ്ഞിട്ട് പേടിക്കണ്ട. ദീപയുടെ കാര്യം എല്ലാം ഓക്കെ ആക്കി തരാം. ദീപ പറയുന്ന കേൾക്കുന്നുണ്ടോ? പറഞ്ഞു. അപ്പൊ ദീപയും സഹകരിച്ചാ മതി. അത് സമ്മതമാണല്ലോ ദീപയ്ക്ക്? കുഴപ്പമില്ല. എന്നാ പിന്നെ ധൈര്യമായിട്ടിരുന്നോ ദീപേ. നമുക്ക് എന്താന്ന് വെച്ചാൽ അതിനകത്ത് ദീപ പൈസ ഒന്നും ചെലവാക്കണ്ട. അപ്പം വിളിച്ചാ മതി. ഞാൻ വിളിച്ചിട്ടേ വരാം. അതിലിപ്പോ ഇച്ചിരി രാത്രി ആയാലും കുഴപ്പമില്ല. നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളു. കുഴപ്പമില്ല. സക്സസ് ആയി ആക്കണം. അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം. ദീപ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നെന്ന് വെച്ചാൽ മാത്രം മതി. ഓക്കെ, കുഴപ്പമില്ല. എന്നാ ശരി ദീപ, ഞാനും വിളിച്ചിട്ട് വരാം കേട്ടോ. ശരി. ധൈര്യമായിട്ട് കിടന്നുറങ്ങും. ഓക്കെ.